ഹലോ എവരി വൺ. നമ്മൾ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻഡ് ഗേറ്റിനെ കുറിച്ചും ഓർ ഗേറ്റിനെ കുറിച്ചും നോട്ട് ഗേറ്റിനെ കുറിച്ചൊക്കെയാണ്. ഇതിനകത്ത് നമുക്ക് ആദ്യം തന്നെ ആൻഡ് ഗേറ്റ് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഗേറ്റ് എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ഈ ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ലോജിക് ഗേറ്റാണ്. ഈ ലോജിക് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളിപ്പോൾ ഒരു ഡിവൈസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ, എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു ഡിജിറ്റൽ സർക്യൂട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക്കിലുള്ള ഒരു ഫോമാണ് ഈ ഗേറ്റ് എന്ന് പറയുന്നത്. അങ്ങനത്തെ കുറേ ഗേറ്റുകൾ കൂടിച്ചേർന്ന്, കോമ്പിനേഷൻസ് ഓഫ് ഗേറ്റ് കൂടി ചേർന്നിട്ടൊക്കെയാണ് നമ്മളുടെ ഡിജിറ്റൽ സർക്യൂട്ട്സും നമ്മുടെ CPU പോലെയുള്ള എല്ലാ ഡിവൈസുകളും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ വലിയൊരു ഡിവൈസ് ആണെങ്കിലും അതിനകത്ത് ഇപ്പോൾ അറ്റോമിക് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ബേസിക് ഗേറ്റുകളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ഓപ്പറേഷൻ്റെ ലോജിക്കിനനുസരിച്ചുമാണ് നമ്മൾ ഓരോ ഗേറ്റും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ആൻഡ് ബൂളിയൻ ഫംഗ്ഷനാണ്. അതായത് നമ്മൾ ആൻഡ് ഓപ്പറേഷൻ്റെ പ്രത്യേകത പറഞ്ഞതാണ്, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയാൽ അത് 1 ആവില്ല. പകരം എന്ത് ചെയ്യണം, എല്ലാ ഇൻപുട്ടുകളും ഇപ്പോൾ 2 വാല്യൂഡ് ആണെങ്കിൽ 2 വാല്യൂസ് ഉണ്ടായിരിക്കും. 2 ഇൻപുട്ടും 1 ആണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഔട്ട്പുട്ട് നമുക്ക് 1 ആയിട്ട് കിട്ടുള്ളൂ. അതായത് ഹൈ വോൾട്ടേജ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഡിവൈസിൻ്റെ കേസിൽ പറയാം. അതായത് 2 ഇൻപുട്ടുകളും ഹൈ വോൾട്ടേജ് ആണെങ്കിൽ മാത്രമേ റിസൾട്ട് ഹൈ വോൾട്ടേജ് കിട്ടുള്ളൂ. അല്ലാത്ത കേസിലൊക്കെ ഔട്ട്പുട്ട് ലോ അല്ലെങ്കിൽ 0 ആയിട്ടാണ് വരിക. അതാണ് ആൻഡ് ഗേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് നമുക്ക് പറയാനുള്ളത്. ബൂളിയൻ എക്സ്പ്രഷൻ്റെ കേസ് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ 2 ഇൻപുട്ടുള്ള ഒരു ആൻഡ് ഗേറ്റ് ആണ് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം y = a ആൻഡ് b. ഇവിടെ ഡോട്ട് സിമ്പിളാണ് നമ്മൾ ആൻഡ് ഗേറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആൻഡ് ഓപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ a ആൻഡ് b എന്ന് പറയും, ഓക്കെ, അല്ലെങ്കിൽ a × b എന്നും നമ്മൾ പറയാറുണ്ട് മാത്തമാറ്റിക്കലി ഒക്കെ പറയുമ്പോൾ. പക്ഷേ നമ്മുടെ ബൂളിയൻ്റെ കേസ് വരുമ്പോൾ a ആൻഡ് b എന്നാണ് നമ്മൾ പറയുക കേട്ടോ. ഇനി അതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ഇവിടെ നമ്മൾ ബേസിക്കായിട്ട് 2 ഇൻപുട്ടുള്ള ഒരു ആൻഡ് ഗേറ്റ് ആണെങ്കിൽ എന്താണ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ വരിക എന്നാണ് പറയുന്നത്. അപ്പോൾ എയും ബിയും 0 ഉള്ള കേസിൽ ഔട്ട്പുട്ട് a ആൻഡ് b എന്ത് വരും, 0 വരും. a 0യും b 1 ഉള്ള കേസിൽ ഔട്ട്പുട്ട് a ആൻഡ് b 0 വരും. a 1ഉം b 0യും ഉള്ള a ആൻഡ് bക്കകത്ത് 0 വരും. എയും 1 ബിയും 1 എന്നുള്ള ആൻഡ് ഗേറ്റ് ആണെങ്കിൽ മാത്രം റിസൾട്ട് എന്ത് കിട്ടും, 1 കിട്ടും. ഇനി നമുക്ക് ആൻഡ് ഗേറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഓപ്പറേഷൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഇൻപുട്ട്സും ഹൈ ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ എല്ലാ ഇൻപുട്ട്സും 1 ആണെങ്കിൽ മാത്രം എന്ത് സംഭവിക്കും, റിസൾട്ട് 1 കിട്ടും. പിന്നെ സിമ്പിളിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആൻഡ് എന്നാണ്, a ആൻഡ് b. നമ്മൾ പ്രോഗ്രാമിങ്ങിലൊക്കെ പറയുന്ന പോലെ a ആൻഡ് b എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ ഡോട്ടാണ് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് സർക്യൂട്ടുകൾക്കകത്താണ്. കോമ്പിനേഷണൽ സർക്യൂട്ട്സ്, അരിത്മാറ്റിക് ലോജിക് യൂണിറ്റ്സ്, ഡിജിറ്റൽ കൺട്രോൾ സിസ്റ്റം, ഇതിനകത്തൊക്കെ നമ്മളുടെ ആൻഡ് ഗേറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ആൻഡ് ഗേറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കാം. ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അതായത് a ആൻഡ് b = b ആൻഡ് a എന്നുള്ളതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അതായത് a ആൻഡ് b എന്ന് പറയുന്നതും തിരിച്ച് b ആൻഡ് a എന്ന് പറയുന്നതും സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുക. പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇൻപുട്ടിൻ്റെ ഓർഡർ മാറി എന്നുള്ളത് ഒരിക്കലും എന്ത് സംഭവിക്കില്ല, ഔട്ട്പുട്ടിൻ്റെ ഓർഡറിനെ അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. പിന്നെ വരുന്ന അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്. a ആൻഡ് b ആൻഡ് c = a ആൻഡ് b ആൻഡ് c. അതായത് ഗ്രൂപ്പിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ പ്രസിഡൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ പാരന്തസിസ് വെച്ചിട്ട് ഗ്രൂപ്പിംഗ് ചെയ്യുന്ന പരിപാടി. ഇപ്പോൾ എയും ബിയും ഗ്രൂപ്പിംഗ് ചെയ്താലും ബിയും സിയും ഗ്രൂപ്പിംഗ് ചെയ്താലും റിസൾട്ട് സെയിം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് റിസൾട്ടിനകത്ത് ചേഞ്ചസ് ഒന്നും വരാൻ പോകുന്നില്ല. പിന്നെ ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി, അതായത് a ആൻഡ് 1 = a. അതായത് ഏത് വാല്യൂനെയും നമ്മൾ 1 കൊണ്ട് എന്ത് ചെയ്താൽ 1 കൊണ്ട് നമ്മൾ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ആ സെയിം വാല്യൂ ആയിരിക്കും ചെയ്യുക. അപ്പോൾ 0 നമ്മൾ 1 കൊണ്ട് ചെയ്താൽ 0 ആണ് കിട്ടുക, 1 കൊണ്ട് ചെയ്താൽ 1 ആണ് കിട്ടുക. ബൈനറി ആയതുകൊണ്ട് വേറെ ഓപ്ഷൻ ഒന്നുമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്താലും റിസൾട്ട് ആ വാല്യൂ എന്താണോ അതാണ് കിട്ടുക, ഓക്കെ. പിന്നെ നൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് a ആൻഡ് 0 = 0.
നമ്മൾ ഏത് വാല്യൂവിനെയും 0 കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എന്താ കിട്ടുക? 0 തന്നെയാണ് കിട്ടുക. പിന്നെയാണ് ഐഡംപൊട്ടൻറ്റ് പ്രോപ്പർട്ടി. എ ആൻഡ് എ ഈക്വൽ ടു എ. അപ്പോൾ ഒരു വാല്യൂവിനെ നമ്മൾ അതിനെക്കൊണ്ട് തന്നെ ആൻഡിങ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് അതേ വാല്യൂ തന്നെ കിട്ടുക. അതിന് നമ്മൾ ഐഡംപൊട്ടൻറ്റ് പ്രോപ്പർട്ടി എന്നാണ് കേട്ടോ പറയുക. എ ആൻഡ് എ ഈക്വൽ ടു എ, സെയിം തന്നെയാണ് കിട്ടുക. പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉണ്ട്. എ ആൻഡ് ബി ഓർ സി ഈക്വൽ ടു എ ആൻഡ് ബി ഓർ എ ആൻഡ് സി. അതായത് നമുക്കൊരു ആൻഡ് ഓപ്പറേഷനെ നമുക്ക് ഓറാക്കിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയിൽ പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ ആദ്യം പാരന്തസിസ് കൊടുത്തത് ബി ഓർ സിക്കായിരുന്നു. പക്ഷെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എ ആൻഡ് ബി എന്നുള്ളതിന് പാരന്തസിസ് കൊടുത്ത് പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടോ എ ആൻഡ് സി എന്നും പറഞ്ഞ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് ലാസ്റ്റ് പ്രോപ്പർട്ടി. ഇനി നമുക്ക് അപ്ലിക്കേഷൻസിലേക്ക് പോകാം. ആൻഡ് ഗേറ്റിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് ഡിജിറ്റൽ സർക്യൂട്ട്സ് ആണ്. കാരണം ഡിജിറ്റൽ സർക്യൂട്ടിൻ്റെ ഏറ്റവും ബേസിക് എലമെൻറ്റ്സ് എന്ന് പറയുന്നതാണ് ഗേറ്റ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ആൻഡും ഓറും നോട്ടൊക്കെ ഡിജിറ്റൽ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് അരിത്മാറ്റിക് ലോജിക് യൂണിറ്റിൽ, CPU-ൽ, മൈക്രോ കൺട്രോളേഴ്സിൽ, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെയിനായിട്ടുള്ള ഒരുപാട് ഡിവൈസുകളിൽ നമ്മൾ ആൻഡ് ഗേറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് സെക്യൂരിറ്റി സിസ്റ്റമാണ്. ഇപ്പോൾ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്ന അങ്ങനത്തെ സെക്യൂരിറ്റി സിസ്റ്റമൊക്കെ എടുത്ത് വരുമ്പോൾ പിന്ന് കൊടുക്കുന്ന എന്താണോ, ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുന്ന എന്താണോ, രണ്ടും മാച്ച് ആയാലേ അത് ഓപ്പൺ ആവുള്ളൂ. അങ്ങനത്തെ സെക്യൂരിറ്റി സിസ്റ്റമൊക്കെ ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. പിന്നെ ട്രാഫിക് ലൈറ്റ്സ് ആണ്. അതായത് ചില ലൈറ്റ്സ് ഓണായാൽ മാത്രമേ, അതായത് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് വെച്ചിട്ട് അതൊക്കെ സെറ്റായാൽ മാത്രമേ ചില ലൈറ്റുകൾ ഓൺ ആവുള്ളൂ എന്നൊക്കെയുള്ള രീതിയിലുള്ള ട്രാഫിക് ലൈറ്റുകളൊക്കെ നമുക്ക് പോസിബിളാണ്. പിന്നെ ബൈനറി മൾട്ടിപ്ലിക്കേഷനകത്തും നമ്മൾ ആൻഡ് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്. അവിടെ നമ്മൾ 1 × 1 ആണെങ്കിൽ മാത്രമേ റിസൾട്ട് എന്ത് വരുള്ളൂ, 1 വരുള്ളൂ, അല്ലെങ്കിൽ 0 എന്നൊക്കെ നമ്മൾ ബൈനറി മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചപ്പോൾ പഠിച്ചതാണ് കേട്ടോ. ഇത്രയാണ് അപ്ലിക്കേഷൻസ് ഉള്ളത്. ഒന്ന് ഡിജിറ്റൽ സർക്യൂട്ട്സ്, എക്സാമ്പിൾസ് അരിത്മാറ്റിക് ലോജിക് യൂണിറ്റ്, CPU, മൈക്രോ കൺട്രോളേഴ്സ്, പിന്നെ സെക്യൂരിറ്റി സിസ്റ്റത്തിൽ, പിന്നെ ട്രാഫിക് ലൈറ്റിൽ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഇൻ ബൈനറി മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആൻഡ് ഗേറ്റിനെ കുറിച്ചായിരുന്നു. എന്താണ് ആൻഡ് ഗേറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അതിൻ്റെ പ്രത്യേകത പറഞ്ഞു, എങ്ങനെയാണ് അതിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു, അതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണെന്ന് വരിക എന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു, രണ്ടും 1 ആണെങ്കിൽ മാത്രം റിസൾട്ട് 1 വരുള്ളൂ, അല്ലാത്ത കേസിലൊക്കെ റിസൾട്ട് 0 ആയിരിക്കും കേട്ടോ. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, ഓപ്പറേഷൻ എങ്ങനെയാണ്, സിമ്പിൾ എങ്ങനെയാണ്, പിന്നെ അത് യൂസ് ചെയ്യുന്നത് സർക്യൂട്ടിനകത്താണെന്ന് പറഞ്ഞു. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു നമ്മൾ പ്രോപ്പർട്ടിയെ കുറിച്ചാണ്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, പിന്നെ ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി. ഓരോ പ്രോപ്പർട്ടി എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബേസിക് തിയറംസ് പറഞ്ഞപ്പോൾ അവിടെയും പറഞ്ഞതാണ്, ഇവിടെയും ഡീറ്റെയിൽ ആയി പറഞ്ഞാണ്. പിന്നെ നൾ പ്രോപ്പർട്ടി, പിന്നെ ഐഡംപൊട്ടൻറ്റ് പ്രോപ്പർട്ടി, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, അങ്ങനെ 6 ടൈപ്പിലുള്ള പ്രോപ്പർട്ടികളാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മൾ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഡിജിറ്റൽ സർക്യൂട്ട്സിൽ, സെക്യൂരിറ്റി സിസ്റ്റത്തിൽ, ട്രാഫിക് ലൈറ്റിൽ, ബൈനറി മൾട്ടിപ്ലിക്കേഷനിൽ, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് ഡിജിറ്റൽ സിസ്റ്റത്തിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഗേറ്റാണ് ഈ ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓർ ഗേറ്റ് ഒക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്, പിന്നെ നോട്ടുണ്ട്, ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.